ഹേ ഗൈസ്, ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ ഈ വെച്ചാണെങ്കിൽ ബ്രെഡിനകത്ത് പാലെല്ലാം വെച്ച് കുഴച്ച് അവസാനം ഒരു ഗുലാബ് ജാം ഉണ്ടാക്കി എടുക്കുന്നത്. ഗൈസ് ഇപ്പൊ സമ്മ കൊള്ളാല്ലേ, അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഗൈസ് നമ്മളെ ഗുലാബ് ജാം ഉണ്ടാക്കാനുള്ള ബ്രെഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഈ ബ്രെഡ് നമുക്ക് പൊടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അരിഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പൊ നമ്മളെ ബ്രെഡിന്റെ അറ്റഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളെ പാൽ ഒഴിച്ച് കുഴച്ചെടുക്കാം. ഗൈസ് ഇപ്പൊ നമ്മളെ വീഡിയോ കാണുന്നതിന് ഭൂരിഭാഗം ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുന്നില്ല. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പൊ ഗൈസ് നമ്മളെ ബ്രെഡ് എല്ലാം കുഴച്ചുകൊണ്ട് മാവ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൊച്ചു കൊച്ചു ബോളാക്കിയ ശേഷം നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ട് വെച്ചു കൊടുക്കാം. അപ്പൊ ഗൈസ് നമ്മളെ മാവെല്ലാം ഉരുട്ടിയിട്ട് കൊച്ചു കൊച്ചു ഉണ്ടാക്കി നമ്മൾ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് പൊരിച്ചിട്ട് വരാം. അപ്പൊ ഗൈസ് നമ്മളെ ബ്രെഡ് കൊണ്ടുള്ള ഗുലാബ് ജാമുൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഈ ഒരു പഞ്ചസാര ലൈന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഗൈസ് നമ്മളെ ബ്രെഡ് കൊണ്ടുള്ള ഗുലാബ് ജാം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം, ടേസ്റ്റ് ഉണ്ടോ ഇല്ല നോക്കാം. അപ്പൊ ഒരെണ്ണം നമുക്ക് ഇവിടെ നിന്ന് കുത്തിയെടുക്കാം. ഓക്കേ, അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. ഗൈസ് ഇപ്പോൾ ഒടുക്കത്തെ മധുരം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മധുരം, വായി വെക്കാൻ പറ്റാത്ത മധുരം. ഗുലാബ് ജാമിൻ്റെ ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് ഗുലാബ് ജാമിൻ്റെ ടേസ്റ്റ് ആയിട്ട് തോന്നില്ല. നമ്മളെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതിൻ്റെ ടേസ്റ്റിനൊക്കെ ഉണ്ട്, കുഴപ്പമില്ല.